എലക്ഷന്റെ ചൂടൊക്കെ കഴിഞ്ഞുവെങ്കിലും സോഷ്യൽ മീഡിയകളിലും നാട്ടുവർത്തമാനങ്ങളിലൊക്കെ എലക്ഷൻ തന്നെയാണ് ഇപ്പോഴും ചർച്ച. ആര് ജയിക്കും, ആര് തോൽക്കും, ജയിച്ചാൽ ആരെ മുഖ്യമന്ത്രിയാക്കും, ആരായിരിക്കും ആഭ്യന്തരമന്ത്രി, ഇതൊക്കെ ചായക്കടയിൽ ഇരുന്നുകൊണ്ട് ചർച്ച നടക്കുകയാണ്. പരസ്പരം പോർവിളികൾ നടക്കുകയാണ്, വെല്ലുവിളികൾ നടക്കുകയാണ്. നമ്മളെ സ്ഥാനാർത്ഥി ജയിച്ചില്ലെങ്കിൽ തല മൊട്ടയടിക്കുന്നു, ബെറ്റടിക്കുകയാണ്. അതുപോലെ ക്യാഷ് കൊടുക്കാമെന്നും മറ്റു വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ജയപരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായ സൗഹൃദപരമായ സംഭാഷണങ്ങളൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആവാം. പക്ഷേ പരസ്പരം വെല്ലുവിളിച്ചും പോർവിളികൾ നടത്തിയും സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളിൽ ഇപ്പോഴേ വെച്ചുവെച്ചുമൊക്കെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിർബന്ധമായും ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ തോൽക്കും, സ്വാഭാവികമല്ലേ? അപ്പൊ അതിന്റെ ഒന്നും പേരിൽ നമ്മൾ തർക്കിക്കുകയോ ശബ്ദിക്കുകയോ ചെയ്യേണ്ടതില്ല. പരസ്പരം കൊമ്പ് കോർക്കുകയോ പോർവിളിക്കുകയോ ചെയ്യേണ്ടതില്ല. ജയിക്കുന്നത് ആരായാലും 5 വർഷക്കാലം അഭിമാനത്തോടുകൂടി അവരെ നമ്മുടെ നേതാക്കളായി നമുക്ക് വാഴ്ത്താം. അവർ പറയുന്നത് നാടിന്റെ നന്മക്ക് വേണ്ടിയാണെങ്കിൽ അത് പോസിറ്റീവായി നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ ജനാധിപത്യ സംസ്കാരം അനുസരിച്ച് നമ്മുടെ വിമർശനങ്ങളും നമുക്ക് രേഖപ്പെടുത്താം. ആരോഗ്യപരമായ നല്ല ചർച്ചകൾക്കപ്പുറത്തേക്ക് ചിന്തകളും ചർച്ചകളും പോകാതിരിക്കുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്, നമ്മുടെ സ്നേഹ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാനും കഴിയുന്നത്.